ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ 45-ാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം. ബെഡ് ഒന്നിനൊന്ന് ഫ്രീ. സ്റ്റീൽ അലമാര 5500 രൂപ മുതൽ. സെറ്റി സെറ്റ് 7500 രൂപയ്ക്ക്. സ്പ്രിംഗ് ബെഡ് 6750 രൂപ. വുഡൻ അലമാര 23000 രൂപയ്ക്ക്. കോർണർ സെറ്റി 13990 രൂപ. വുഡൻ സെറ്റിയോടൊപ്പം ദിവാൻ കോട്ട് 18990 രൂപയ്ക്ക്. കട്ടിലുകളുടെ മനോഹരങ്ങളായ 108 മോഡലുകൾ. കട്ടിലും ബെഡും ചേർന്ന് 4900 രൂപയ്ക്ക്. എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സീസൺ 1 അവാർഡുകൾ സംവിധായകൻ ബ്ലസ്സി പ്രഖ്യാപിച്ചു. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സീസൺ 1 അവാർഡുകൾ ജൂറി ചെയർമാൻ സംവിധായകൻ ബ്ലസ്സി പ്രഖ്യാപിച്ചു. വിവിധ കാറ്റഗറിയിലായി 16 അവാർഡുകളാണ് നൽകുന്നത്. മികച്ച ചിത്രത്തിന് 1 ലക്ഷം രൂപയും രണ്ടാമത്തെ ചിത്രത്തിന് 50,000 രൂപയുമാണ് സമ്മാനം. ശില്പവും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും ഉൾപ്പെടെ പുരസ്കാരങ്ങൾ ജൂലൈ 18 വൈകിട്ട് 3 മണിക്ക് പരമാര റോഡിലുള്ള ഹോട്ടൽ ലൂമിനാറിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നൽകും. സംവിധായകൻ ബ്ലസ്സി, ജൂറി അധ്യക്ഷനായ അവാർഡ് നിർണയ സമിതിയിൽ സംവിധായകന്മാരായ ജിത്തു ജോസഫ്, അൻവർ റഷീദ്, തരുൺ മൂർത്തി, ഛായാഗ്രാഹകൻ ജോമോൻ ടി ജോൺ എന്നിവർ അംഗങ്ങളായിരുന്നു. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോവർട്ടിയാണ്. മികച്ച രണ്ടാമത്തെ ചിത്രം ഓപ്പോണന്റ. മികച്ച വിനോദമൂല്യമുള്ള ചിത്രമായി പ്രേമ പലഹാരവും മികച്ച സംവിധായകനായി ഓപ്പോണന്റിന്റെ ആമോസ് ടിജിയെയും തിരഞ്ഞെടുത്തു. മികച്ച തിരക്കഥാകൃത്തായി വിപൽ ഗോപാലകൃഷ്ണൻ, രോഹിൻ രവീന്ദ്രൻ നായർ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. കോവർട്ടിയാണ് ചിത്രം. മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ശരത് അമ്പാട്ടിന് ലഭിച്ചു. മെയ്ഡേ എന്ന ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. മികച്ച ഛായാഗ്രാഹകനായി സ്വപ്ന എസ്, സുനിൽ ആർ ബോർക്കർ എന്നിവരെ തിരഞ്ഞെടുത്തു. കോവർട്ടിയാണ് ഈ അവാർഡും കരസ്ഥമാക്കിയത്. മികച്ച എഡിറ്ററായി പ്രേമ പലഹാരത്തിലെ ആശിഷ് ഉണ്ണികൃഷ്ണനെ തിരഞ്ഞെടുത്തു. മികച്ച നടനായി ഓപ്പോണന്റിലെ കിഷൻ റോഷിക്കും മികച്ച നടിയായി കോവർട്ടിയിലെ രജീഷ വിജയനും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ബാലതാരമായി ചിക്കൻ കറിയിലെ അനികേത് അനൂപ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. പ്രേമ പലഹാരം സംവിധാനം ചെയ്ത നസീം സോബയാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയതിൽ ഒരാൾ. മെയ്ഡേയുടെ തിരക്കഥാകൃത്ത് ശരത് അമ്പാട്ട്, KL-13 ഒരു മെറ്റഡോറിയൻ യാത്രയിലെ അഭിനയത്തിന് ശരത് രാഘവൻ, പ്രേമ പലഹാരത്തിലെ അഭിനയത്തിന് ഹെലൻ എലിസബത്ത് ജോർജ്, KL-13 ഒരു മെറ്റഡോറിയൻ യാത്ര എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബാലതാരം വൈശാഖ് രാഘവനും സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല തരത്തിലുള്ള അംഗീകാരങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് റൈറ്റേഴ്സ് യൂണിയൻ്റെ ഇതിന് കൂടെ ലക്ഷ്യമാക്കുന്നത്. ജൂറിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ഉദ്യമം തന്നെയായിരുന്നു. ഏതാണ്ട് 200 പരം ചിത്രങ്ങൾ എത്തുകയും അതിൻ്റെ ഒരു ഫൈനൽ റൗണ്ടുകളിലേക്കൊക്കെ പല ഘട്ടങ്ങളായിട്ട് എത്തുകയൊക്കെ ചെയ്തപ്പോൾ ഷോർട്ട് ഫിലിം രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രതിഭ തെളിയിക്കുന്ന ധാരാളം ചിത്രങ്ങൾ കാണുവാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ പല ഒരുപാട് മുൻനിരയിലേക്ക് വന്ന പല ചിത്രങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമാണ്. കാരണം ഒന്ന് മറ്റൊന്നിനോട് കോമ്പീറ്റ് ചെയ്യുന്നതല്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള തനതായ രീതിയിലുള്ള ശൈലി ഉണ്ടാകുന്നു, കാഴ്ചപ്പാട് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര രംഗത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം രംഗത്ത് പ്രതിഭകൾ എത്രത്തോളം വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.